മെസ്സേജിന്റെ ഭാഗമായിട്ട് ഞാൻ 2 പോയിന്റാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. 2 points. One is Christmas greetings. Okay, Christmas greetings and the message which comes with the Christmas greeting. Okay, രണ്ടാമത്തേത് ക്രിസ്മസ് ഗിഫ്റ്റ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്. നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് അയക്കാറുണ്ടോ? ഉണ്ടോ? യെസ്, ഉണ്ട്. നമുക്ക് ഈ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് എല്ലാം പല രീതിയിലാണ് നമ്മൾ അയക്കുന്നത്. പലരും ക്രിസ്മസ് കാർഡ്സ് അയക്കും, അല്ലേ? ക്രിസ്മസ് കാർഡുകൾ അയക്കാറുണ്ടോ? ഉണ്ട്. പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ പോപ്പുലറായിട്ട് ഈ ഇലക്ട്രോണിക് കാർഡ്സ് അയക്കാറുണ്ട് എല്ലാവരും. കാരണം അധികം ചിലവൊന്നുമില്ല, ഇലക്ട്രോണിക് കാർഡ് അയക്കാൻ ഫ്രീ ആണ്. പിന്നെ ഈ ക്രിസ്മസ് രാത്രി ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ക്രിസ്മസ് ദിവസം നമ്മുടെ ഫോണെല്ലാം റിങ് ചെയ്യുന്ന കാണാം. കാരണം ടെക്സ്റ്റ് മെസ്സേജസ് എല്ലാവരും ഒരു മെസ്സേജ് ഇട്ടിട്ട് എല്ലാവർക്കും കോപ്പി ചെയ്ത് അങ്ങനെ വിടും. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജസ് വളരെ പോപ്പുലറാണ്. പിന്നെ നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോൺ വിളിച്ച് അവരെ വിഷ് ചെയ്യാറുണ്ട്, അല്ലേ? ടെലിഫോൺ കോൾസ് ചെയ്യാറുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് അത്രയും പരിചയമുള്ളവരുടെ അടുത്ത് നമ്മൾ ക്രിസ്മസ് ദിവസം തന്നെ പോയി അവരെ വിഷ് ചെയ്ത് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്, അല്ലേ? അപ്പോൾ പല രീതിയിലാണ് നമ്മൾ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് നമ്മൾ ചെയ്യുന്നത്. ഈ ക്രിസ്മസ് കാർഡിനെ കുറിച്ച് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ വായിക്കാൻ പോവുകയാണ്. 2012 ഈ രാജ്യത്ത് 350 മില്യൺ പൗണ്ട്സ് ക്രിസ്മസ് കാർഡുകൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. 350 മില്യൺ പൗണ്ട്സ്. US കഴിഞ്ഞ വർഷം 1.6 ബില്യൺ കാർഡ്സ് ആണ് ആൾക്കാർ അയച്ചത്. അതിന്റെ ചെലവ് $2 ബില്യൺ വരും. $2 ബില്യൺ ക്രിസ്മസ് കാർഡ്സ്. ഈ വർഷം ഈ ക്രിസ്മസ് പീരിയഡിൽ റോയൽ മെയിൽ 700 മില്യൺ ക്രിസ്മസ് കാർഡ്സ് എങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു സർവേ നടത്തി 2013 യു ഗവ് സ്പെൻഡിങ് ഇന്റൻഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ മനസ്സിലാക്കിയത് ഓരോ വ്യക്തിയും ഈ രാജ്യത്തിൽ ഏകദേശം 43 പൗണ്ട് ചെലവാക്കും ക്രിസ്മസ് കാർഡിന് വേണ്ടി, ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സിൽ എന്തൊക്കെയാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്? മിക്കപ്പോഴും നമ്മൾ കാർഡിൽ എന്തെഴുതും? വിഷ് യു എ ഹാപ്പി ക്രിസ്മസ്, അല്ലെങ്കിൽ വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതും, അല്ലേ? സോ ജസ്റ്റ് ഒരു സിമ്പിൾ വിഷ് ആയിരിക്കും. പിന്നെ നമുക്ക് അടുത്ത് പരിചയമുള്ള വ്യക്തികളോട് ആണെങ്കിൽ നമ്മൾ അവർക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥന എഴുതും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിനക്ക് അടുത്ത വർഷം നന്നായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥനാ വിഷയം ആയിരിക്കും ഇപ്പോൾ നമ്മൾ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആദ്യത്തെ ക്രിസ്മസിൽ, ഫോർ ദ ഫസ്റ്റ് ക്രിസ്മസ് ഓൾസോ there was a Christmas greeting. അതാരാ അയച്ചത്? ദൈവം തന്നെ ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് അയച്ചു. ആ ക്രിസ്മസ് ഗ്രീറ്റിംഗ് ആർക്കൊക്കെ ലഭിച്ചു എന്നറിയാമോ? എന്ന് പറഞ്ഞേ, ആർക്കൊക്കെ ആദ്യത്തെ ക്രിസ്മസ് ഗ്രീറ്റിംഗ് ലഭിച്ചു? പറയാമോ? മറിയയ്ക്ക് ലഭിച്ചു. പിന്നെ ആർക്ക് ലഭിച്ചു? യോസേഫിന് ലഭിച്ചു. പിന്നെ ആർക്ക് ലഭിച്ചു? ഷെപ്പേഴ്സിന് ലഭിച്ചു. പിന്നെ ആർക്ക് ലഭിച്ചു? വിദ്വാൻമാർക്ക് 3 wise men ലഭിച്ചു. പിന്നെ ആർക്കൊക്കെ ലഭിച്ചു? സക്കറിയ പ്രവാചകന് ലഭിച്ചു. സക്കറിയ പ്രവാചകൻ എന്ന് പറഞ്ഞു യോഹന്നാൻ സ്നാപകന്റെ അപ്പനില്ലേ, ആ സക്കറിയ പ്രവാചകന് ലഭിച്ചു. സക്കറിയ പ്രവാചകന്റെ ഭാര്യയായ എലിസബത്തിന് ലഭിച്ചു. പിന്നെ 2 വ്യക്തികളുണ്ട്. സിമിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലഭിച്ചു. പിന്നെ അന്ന എന്ന് പറയുന്ന ഒരു പ്രവാചിക്കും ലഭിച്ചു. അപ്പോൾ ഈ വ്യക്തികൾക്കെല്ലാം 8 വ്യക്തികൾക്ക് ലഭിച്ച ആ മെസ്സേജിന്റെ ആകെ തുക എന്ന് പറയുന്നത്, അതിന്റെ ഒരു സമറി പറയാമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: Do not be afraid. I bring you good news of great joy that will be for all the people. Today in the town of David a Savior has been born to you. He is Christ the Lord. അതായത് ഭയപ്പെടേണ്ട, ഇന്ന് എല്ലാ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം സുവിശേഷിക്കുന്നു. എന്താണ് മഹാസന്തോഷം? ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ന്
ദൈവം നമുക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഈ ക്രിസ്മസ് സീസണിൽ ദൈവം നമുക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ആദ്യത്തെ ക്രിസ്മസ് സീസണിൽ അതായിരുന്നു മെസ്സേജ്. ഈ സീസണിൽ ദൈവം ഒരു ക്രിസ്മസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എന്തായിരിക്കും അയക്കുക? Would it be something different? ആയിരിക്കോ? പറഞ്ഞു. എന്തായിരിക്കും? അപ്പൊ the message is the same, അല്ലേ? ആദ്യത്തെ ക്രിസ്മസിൽ ഉണ്ടായിരുന്ന മെസ്സേജ് തന്നെയായിരിക്കും ഈ ക്രിസ്മസിനും ഉള്ളത്. എന്താണ്? There is good news for every person. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നല്ല വിശേഷമുണ്ട്. ഗുഡ് ന്യൂസ്. എന്താണ് ഗുഡ് ന്യൂസ്? നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു രക്ഷകൻ ഉണ്ട്. അതാണ് ഗുഡ് ന്യൂസ്. അതുകൊണ്ടാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്, ബിഫോർ ഹിസ് അസെൻഷൻ, യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ നല്ല വിശേഷം നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ വ്യക്തികളോടും പറയണം. You have to go and proclaim this good news. എന്താണ് good news? That for every person there is a savior, ഒരു രക്ഷകനുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത്, നിങ്ങൾ എല്ലാവരും ഈ ക്രിസ്മസ് സീസണിൽ ഈ മെസ്സേജ് കേട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എല്ലാവരും നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ പറയുകയാണ്, there is a good news for every person present here. എന്താണ്? നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ ഉണ്ട്. ഇനി അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അതാണ് ക്രിസ്മസ് ഗിഫ്റ്റ്സ്. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ഇവിടെ ക്രിസ്മസ് ഗിഫ്റ്റ്സ് ലഭിക്കാൻ ആഗ്രഹമുണ്ട്? ഒരാൾക്കേ ഉള്ളൂ? കുറച്ചു പേർക്കേ ഉള്ളൂ. എത്ര പേർക്ക് ക്രിസ്മസ് ഗിഫ്റ്റ്സ് കൊടുക്കാൻ ആഗ്രഹമുണ്ട്? അത് അതിനും കുറവാണ്. ഓക്കെ, ക്രിസ്മസ് ഗിഫ്റ്റ്സിനെ കുറിച്ച് ഇനി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വായിക്കാൻ പോവുകയാണ്. YouGov സ്പെൻഡിങ് ഇന്റൻഷൻ സർവേ 2013 മനസ്സിലായത്, ഈ ആവറേജ് സ്പെൻഡ് ഓൺ സെലിബ്രേറ്റിംഗ് ക്രിസ്മസ്, അതായത് ക്രിസ്മസ് സീസണിൽ ആവറേജ് സ്പെൻഡ് 822 പൗണ്ട്സ് ആണ് ഈ രാജ്യത്തിൽ. അതിൽ 599 പൗണ്ട്സ്, അതായത് 600 പൗണ്ടോളം ക്രിസ്മസ് ഗിഫ്റ്റ്സിനാണ് എല്ലാവരും ചെലവാക്കുന്നത്. ഓക്കെ, 600 പൗണ്ടോളം. നിങ്ങൾ എത്രയും ചെലവാക്കിയോ? ഓക്കെ, 180 പൗണ്ട് ഭക്ഷണപാനീയങ്ങൾക്ക് ചെലവാക്കും. 180 പൗണ്ട്. ഓക്കെ, പിന്നെ 43 പൗണ്ട് കാർഡ്സിനും ഡെക്കറേഷനും ചെലവാക്കും. ഈ രാജ്യത്തിൽ 2013 അവര് മനസ്സിലാക്കിയത്, ക്രിസ്മസ് സമയത്ത് ഈ രാജ്യത്തിൽ 22.3 ബില്യൺ പൗണ്ട്സ് ചെലവാക്കുന്നതാണ് ആ സർവേയിൽ നിന്ന് മനസ്സിലാക്കിയത്. പക്ഷേ 1 in 10 the gifts received is not what people want. അപ്പൊ 10ൽ ഒരു ഗിഫ്റ്റ് ആർക്കും ഇഷ്ടമില്ലാത്ത ഗിഫ്റ്റ് ആയിരിക്കും. മനസ്സിലായോ? നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് 10 പേർക്ക് ഗിഫ്റ്റ് ലഭിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അതവർക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. 2011 594 million pounds was spent on unwanted gifts. Almost 600 million pounds was spent on unwanted gifts. അത് മാത്രമല്ല, ഈ ബോക്സിംഗ് ഡേ 2011 1.5 million items were put on eBay. eBayയിൽ ക്രിസ്മസിന്റെ അടുത്ത ദിവസം ബോക്സിംഗ് ഡേയിൽ അവർ സെയിലിലിട്ടു 1.5 million items. അതാണ് ക്രിസ്മസ് ഗിഫ്റ്റ്സിനെ കുറിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്. അപ്പൊ ആദ്യത്തെ ക്രിസ്മസിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്രിസ്മസിൽ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നോ? വേറെ ഗിഫ്റ്റ്സ്? എന്തായിരുന്നു ഗിഫ്റ്റ്സ്? പൊന്ന്, കുന്തിരിക്കം, മൂറ്. ഇത്രയേ ഉള്ളോ? ഇത്രയേ ഉള്ളോ? 3 ഉള്ളോ? ഗോൾഡ്, ഫ്രാങ്കിൻസെൻസ് ആൻഡ് മിർ. ഇത്രയേ ഉള്ളോ? അതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതായിരുന്നു? What was it? Jesus. Okay. ആരാ ജീസസ് എന്ന് പറഞ്ഞേ? Okay. The greatest gift was given by God himself. ദൈവം തന്നെയാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് തന്നത്. ഏതാണ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്? അത് യേശുവാണ്. ജീസസ്. യോഹന്നാൻ 3:16
നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നു. എന്തിനു വേണ്ടി? കാരണം എന്ത് കാരണത്താൽ? നമ്മളെല്ലാവരെയും സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകി. പിന്നെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിലെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. But because of his great love for us, God, who is rich in mercy, made us alive with Christ, even when we were dead in transgressions. It is by grace you have been saved. ഇവിടെ പറയുന്നത് നമ്മളെല്ലാവരും, ഈ ലോകത്തിലെ എല്ലാവരും നമ്മുടെ അതിക്രമത്തിൽ മരിച്ചവരായിരുന്നു. We were dead in our transgressions. Okay? പക്ഷേ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ട്, ദൈവത്തിന് നമ്മളോട് വലിയ ദയ തോന്നിയതുകൊണ്ട് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. എന്തിനു വേണ്ടി? നമുക്ക് എല്ലാവർക്കും ജീവൻ പ്രാപിക്കാൻ വേണ്ടി നൽകി. പിന്നെ അതേ അധ്യായത്തിൽ വേറെ 2 വാക്യങ്ങൾ ഇപ്രകാരമാണ്. 2-ാം അധ്യായം 8-9. For it is by grace you have been saved through faith, and this is not from yourselves, it is a gift of God, not by works, so that no one can boast. ഇവിടെ പറയുന്നത് യേശു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് ഈ രക്ഷ എന്ന ദാനം, നമുക്ക് രക്ഷ എന്ന് പറയുന്ന കാര്യം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? നോട്ട് ബൈ വർക്ക്സ്, സോ ദാറ്റ് നോ വൺ ക്യാൻ ബോസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത് ഈ നമ്മളെല്ലാവരും അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസം കിട്ടുന്ന ഓരോ മാസത്തിന്റെ അവസാനം കിട്ടുന്ന ആ സംഭവത്തിന് എന്താ പറയുന്നത്? ശമ്പളം അല്ലേ? നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും നമുക്കൊരു വേജ് സ്ലിപ്പ് കിട്ടും, ഒരു ശമ്പളം കിട്ടും. പക്ഷെ ഇവിടെ പറയുന്നത് ഈ രക്ഷ എന്ന് പറയുന്നത് അത് നമ്മൾ അധ്വാനിച്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പൊ ദിസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് സംതിങ് ദാറ്റ് വി ബാഡ്ലി നീഡ്. മനസ്സിലായി? നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ യേശുവിനെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ eBayയിൽ കൊണ്ടുപോയി ഇടരുത്. മനസ്സിലായോ? പലരും അൺവാണ്ടഡ് ഗിഫ്റ്റ്സിനെ എവിടെ ചെയ്യും? എന്ത് ചെയ്യും? eBayയിൽ കൊണ്ടുപോയി ഇടും. ഈ യേശുവിനെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് eBay കൊണ്ടുപോയി ഇടരുത്. കാരണം ഇറ്റ് ഈസ് എ സംതിങ് ദാറ്റ് വി റിയലി ബാഡ്ലി നീഡ്. ഓക്കെ? We cannot afford to put it on eBay. So Jesus and our salvation is a gift. We cannot earn it. അപ്പോൾ 2 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് ക്രിസ്മസ് പ്രീച്ചിങ്സ് ആൻഡ് ദ മെസ്സേജ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. അതെന്താണ്? നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു രക്ഷകൻ ഉണ്ട്. പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ്. ഏതാണ് ക്രിസ്മസ് ഗിഫ്റ്റ്? ജീസസ് ഈസ് അവർ ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പോൾ ദൈവം ഇന്ന് എല്ലാവർക്കും സൗജന്യമായിട്ട് യേശുവിനെ തരികയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആ യേശുവിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ രക്ഷ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.